അമ്പലപ്പുഴയിൽ ജി സുധാകരന് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. കെപിസിസി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് സ്ഥാനം രാജിവെച്ച് പാർട്ടി വിട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിൽ മാന്യതയും മര്യാദയുമില്ല എന്ന് എം ജെ ജോബ്. പ്രാദേശിക നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തില്ല എന്നും ആരോപണം. ഈ സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാർ, ഈ ആലപ്പുഴയിൽ ജീവിച്ചിരിക്കുന്ന KPCC ഭാരവാഹികൾ, വൈസ് പ്രസിഡന്റുമാരുണ്ട്, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുണ്ട്, എന്നെപ്പോലുള്ള ജനറൽ സെക്രട്ടറിമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, ഒട്ടനവധി DCC ഭാരവാഹികളുണ്ട്. അവരോട് ഞങ്ങൾക്ക് തീരുമാനം എടുക്കും, നിങ്ങളെല്ലാവരും അതിനോട് അനുകൂലിച്ച് നിൽക്കണം എന്നൊരു വാക്ക് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടുത്തെ പ്രവർത്തകർ വിശ്വാസത്തിലെടുക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്നുള്ള വല്ലാത്തൊരു മനപ്രയാസം. റോഷിപാൽ വിവരങ്ങളുമായുണ്ട്. റോഷിപാൽ, സ്വാഭാവികമാണ്, 10 വർഷം അധികാരത്തിന് പുറത്തിരിക്കുമ്പോഴും പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത നേതാക്കളാണ്. അവരെ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി. മാധു, അമ്പലപ്പുഴയിൽ മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ പല സീറ്റുകളിലെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ട്. സംസ്ഥാനത്ത് ഭൂരിഭാഗം ജില്ലകളിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തർക്കവും മറുഭാഗത്ത് അത് കോൺഗ്രസ് നേതൃത്വത്തിന് വെല്ലുവിളിയായി മാറുന്നുമുണ്ട്. സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാകുന്ന ഘട്ടത്തിലാണ് KPCCയുടെ ജനറൽ സെക്രട്ടറി എം ജെ ജോബ് പാർട്ടി വിടാനുള്ള ഒരു തീരുമാനമെടുത്തത്. അത് ആലപ്പുഴയിൽ പ്രതിഫലിക്കുമോ എന്ന ആശങ്കയുണ്ട്. ഇപ്പോൾ തന്നെ A ഷുക്കൂർ അടക്കമുള്ള പല നേതാക്കളും അസംതൃപ്തരാണ്. അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തിന് സമാനമായ പാത കൂടുതൽ KPCC ഭാരവാഹികൾ പിന്തുടരുമോ എന്നതാണ് ആശങ്ക. ഒന്ന്, ആലപ്പുഴ ജില്ല അത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ജില്ലയാണ്. ഒപ്പം AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ കൂടി ജില്ലയാണ്. പ്രധാനപ്പെട്ട ഒട്ടേറെ നേതാക്കൾ പ്രതിനിധാനം ചെയ്യുന്ന ജില്ല. അവിടെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ജി സുധാകരനെ പിന്തുണച്ചതിൻ്റെ പേരിലുള്ള പൊട്ടിത്തെറി. നേരത്തെ ജി സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച കാര്യം അത് പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയില്ല, ജില്ലയിലെ പ്രാദേശിക നേതാക്കളെ ഈ കാര്യം ബോധ്യപ്പെടുത്തിയില്ല എന്ന പരാതിയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ അവർ പരാതി ഉയർത്തിയതാണ്. M ലിജു അവിടെ അമ്പലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ പ്രവർത്തകർ ഒന്നാകെ വിജയിക്കുമെന്ന കൈപ്പത്തി ചിഹ്നത്തിൽ ലിജു മത്സരിച്ചാൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ KPCCയും ഹൈക്കമാൻഡിനെയും ഈ കാര്യം അറിയിച്ചതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം നേരത്തെ എടുത്ത തീരുമാനമാണ്. പക്ഷേ അത് പ്രാദേശിക തലത്തിൽ പ്രാദേശിക നേതാക്കളെ ബോധ്യപ്പെടുത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. കഴിഞ്ഞ കുറേ കാലമായി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധരായി പല നേതാക്കളുമുണ്ട്. അവർ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഇരുട്ടടി പോലെയാണ് ഇത്തരമൊരു തീരുമാനം എന്ന പരാതിയാണ് അവർ ഉയർത്തുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് രാജിയിൽ ഒതുങ്ങുമോ പ്രാദേശിക വിമർശനം എന്നുള്ളതും ശ്രദ്ധേയമാണ്.